പാവപ്പെട്ടവൻ്റെ കീശയിൽ നിന്ന് കൈയിട്ട് വാരാൻ പണ്ടേ ഇടതുപക്ഷക്കാർക്ക് ഭയങ്കര മിടുക്കാണ്. ക്ഷേമ പെൻഷനിൽ നിന്നും കമ്മീഷൻ അടിച്ചു മാറ്റുന്ന ഇടതുപക്ഷക്കാരോട് എന്താണ് പറയാനുള്ളത്? സഹാക്കന്മാരെ, നിങ്ങൾക്ക് ലേശമെങ്കിലും നാണവും ഉടുപ്പും വേണ്ടേ? അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ കിട്ടാതെ മുടങ്ങിക്കിടന്ന് ഓരോരുത്തർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വാർത്തകളായി ദിനം പ്രതി എത്തുകയാണ്. അതിൽ നിന്ന് വീണ്ടും കിട്ടുന്ന തുകയിൽ നിന്ന് കമ്മീഷൻ അടിച്ചു മാറ്റാൻ നിനക്കൊന്നും നാണമില്ലേ എന്ന് ചോദിച്ചാൽ അത് ഇല്ലാത്തവന്മാരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. വീട്ടിലെത്തിച്ചു നൽകുന്ന ക്ഷേമ പെൻഷനിൽ നിന്ന് CPM കമ്മീഷൻ കൈപ്പറ്റുന്നു. 1600 രൂപയാണ് ക്ഷേമ പെൻഷൻ. ഇതിൽ നിന്ന് 100 മുതൽ 200 രൂപ വരെയാണ് വയോധികരിൽ നിന്ന് ഈടാക്കുന്നത്. ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിച്ച് നൽകുന്നു എന്ന് മേനി നടിക്കുന്ന CPM നേതൃത്വവും LDF സർക്കാരും പ്രാദേശിക ഘടകങ്ങളും സഖാക്കളുടെ കമ്മീഷൻ പരിപാടി കണ്ടില്ലെന്ന് നടിക്കുകയാണ്. സംസ്ഥാനത്തെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും ഈ ചൂഷണമുണ്ടെങ്കിലും കമ്മീഷൻ കൊടുക്കേണ്ടി വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ പാർട്ടി ഗുണ്ടകളെ ഭയന്ന് പരാതി പറയാറില്ല. ഇതുതന്നെയാണ് ഈ ചൂഷണം തുടരാൻ സഖാക്കൾക്ക് പ്രേരണയാകുന്നതും. ചെങ്ങന്നൂരിലും പുലിയൂരിലും സഹകരണ സംഘങ്ങൾ വഴി പെൻഷൻ ലഭിക്കുന്നവരാണ് ഏറ്റവും ഒടുവിൽ കമ്മീഷന് ഇരകളായത്. നടക്കാൻ പോലും വയ്യാത്തവരെയാണ് ഇത്തരക്കാർ കൂടുതൽ ചൂഷണം ചെയ്യുന്നത്. ചിലരാകട്ടെ ക്ഷേമ പെൻഷനായി കയ്യിലെത്തിയ തുക എണ്ണി നോക്കുമ്പോഴാണ് സഖാവ് വിഹിതമെടുത്ത കാര്യം തിരിച്ചറിയുക. മുൻപ് 4 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഒന്നിച്ചു നൽകിയ സമയത്ത് വീട്ടിലെത്തിച്ച് നൽകിയ തുകയിൽ നിന്ന് പാർട്ടി പത്രത്തിന് വാർഷിക വരി എടുത്ത ശേഷം ബാക്കിയാണ് ഗുണഭോക്താക്കൾക്ക് നൽകിയത്. സർക്കാർ തങ്ങളുടെയാണെന്നും പെൻഷൻ തരണോ വേണ്ടയോ എന്നത് തങ്ങളോടുള്ള സമീപനമനുസരിച്ചായിരിക്കുമെന്നുമായിരുന്നു അന്ന് പരാതിപ്പെട്ടവർക്ക് ലഭിച്ച മറുപടി. കേന്ദ്ര പദ്ധതികൾ പ്രകാരമുള്ള തുക ജൻധൻ യോജന അക്കൗണ്ടുകളിലേക്ക് നേരിട്ടാണ് എത്തുന്നത്. സാധാരണക്കാർക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഈ രീതിയിൽ സംസ്ഥാന ക്ഷേമ പെൻഷനും ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ലഭ്യമാക്കണമെന്നാണ് ഗുണഭോക്താക്കളുടെ ആവശ്യം. എന്തായാലും ഇത്രയും നാണം കെട്ട പരിപാടി കേരളത്തിലെ CPMകാർ മാത്രമേ ചെയ്യൂ. 1600 രൂപ കിട്ടുന്നത് കൊണ്ട് ജീവിതമൊന്ന് രണ്ടറ്റം കൂട്ടിമുട്ടിപ്പിക്കാൻ ശ്രമിക്കുന്ന പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് 100ഉം 200ഉം ഇരന്ന് വാങ്ങാൻ നിനക്കൊന്നും നാണമില്ലേ എന്ന് ചോദിക്കുന്നില്ല. കാരണം സഹാക്കന്മാരാണ്. ഇതല്ല ഇതിനപ്പുറവും ഇവനൊക്കെ ചെയ്തില്ലെങ്കിലേ അതിശയമുള്ളൂ. എന്തായാലും പരാതിപ്പെട്ടാൽ ഞങ്ങളുടെ സർക്കാരാണ് ഭരിക്കുന്നത്, ഈ പെൻഷൻ തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളാണെന്ന് പറഞ്ഞ് ഗുണ്ടായിസം കാണിച്ച് പാവപ്പെട്ടവരെ ഭീഷണിപ്പെടുത്തും. അത് ഭയന്നാരും പിന്നീട് പരാതിപ്പെടാൻ തയ്യാറാകുന്നില്ല. ഇത് തന്നെ ഇവർ മുതലെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം.